വെളിപ്പാടുകളാണ്. ഒന്ന് പൊതുവെളിപ്പാട്. പൊതുവെളിപ്പാട് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ദൈവത്തെ അറിയുന്നു. രണ്ടാമത്തത് പ്രത്യേക വെളിപ്പാടാണ്. ആ പ്രത്യേക വെളിപ്പാടിന്റെ പൂർണ്ണത എത്തുന്നത് യേശു ക്രിസ്തുവിലാണ്. ലോകത്തിലെ മറ്റെല്ലാ ജാതികളിലും വെച്ച് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത എന്ന നിലയ്ക്ക് ഇസ്രായേൽ ജനതയുടെ ചരിത്രം തന്നെ ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാടുമായുള്ള ചരിത്രമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി, മോശയ്ക്ക് വെളിപ്പെടുത്തി. ആ നിലയ്ക്ക് ഇസ്രായേലിന്റെ ജീവിതശൈലി വഴികളിലൂടെ ദൈവം ലോകത്തിന് സ്വയം വെളിപ്പെടുത്തിയ ചരിത്രമായി പഴയ നിയമത്തെ കണക്കാക്കാം. ഇസ്രായേലിന്റെ ജീവിതത്തിലൂടെ ദൈവം ലോകത്തിന് തന്നെ വെളിപ്പെടുത്തിയ ഒരു ചരിത്രമാണ് പഴയ നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ ഇസ്രായേൽ അവരുടെ ജീവിതചര്യകളിൽ കണ്ടു. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശവും ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിലെ ഈ ദൈവ വെളിപ്പെടുത്തൽ അപൂർണമായിരുന്നു. അത് വാക്തത്വത്തോടുകൂടി പര്യവസാനിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കളെ അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഈ വെളിപ്പാട് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഒരു പൂർണ്ണ വെളിപ്പാടിലേക്ക് വന്നില്ല. എന്നാൽ ആ പൂർണ്ണ വെളിപ്പാട് അന്ത്യകാലത്ത് ആര് മുഖാന്തരം? ദൈവത്തിന് യേശു മുഖാന്തരം ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എന്താണ് വായിക്കുന്നത്? കൊലോസ്യർ 2:9. അവനിലല്ലോ 2:9 2:9 വായിച്ചേ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, വളരെ രസകരമായ പുതിയ നിയമത്തിൽ ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. പുതിയ നിയമത്തിൽ ഒരിക്കൽ മാത്രം, ഒരിക്കൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ മാത്രം. തിയോട്ടേസ്. എന്താണ് തിയോട്ടേസ് എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായ വേറൊരു പദം ഗ്രീക്കിലുണ്ട്, തെയ്യോട്ടേസ് എന്ന് വെച്ചാൽ THEIOTES. തെയ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? തെയ്യോട്ടേസ് എന്നൊരു പദവും ഇവിടെ പക്ഷെ തിയോട്ടേസ് എന്നാണ്, ഐ ഇല്ല. എന്താണ് ഈ തിയോട്ടേസ് എന്ന് പറയുന്ന പദം പുതിയ നിയമത്തിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ഈ തെയ്യോട്ടേസും തിയോട്ടേസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു അയോട്ടയുടെ വ്യത്യാസമേ ഉള്ളൂ, ഒരു ഐയുടെ വ്യത്യാസമേ ഉള്ളൂ എഴുതുമ്പോൾ. പക്ഷെ അർത്ഥത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഹലോ, കേൾക്കുന്നു? അതാ പറഞ്ഞേ, എഴുതിക്കോളൂ. സ്പെല്ലിങ് THEIOTES. തെയ്യോട്ടേസ്. അത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്തൊരു ഐ കൂടുതലുണ്ട്. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് തിയോട്ടേസ്, THEOTES. ആ വാക്കിൽ എന്തില്ല? ഐ ഇല്ല. നിങ്ങൾ എഴുതിയോ വാക്ക് രണ്ടും? തിയോട്ടേസിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയുന്നത് THEOTES. തിയോട്ടേസ് എന്ന വാക്കിന്റെ അർത്ഥം തെയ്യോട്ടേസ്. തിയോട്ടേസ് ഒരിക്കൽ മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. അവനിലുള്ള ദൈവത്തിന്റെ സകല സമ്പൂർണതയും. അതാണ് സകല സമ്പൂർണതയും ദൈവരൂപത്തിൽ നിന്നുള്ളതിനാണ് തിയോട്ടേസ് എഴുതിയേക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പൊ എന്നിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനെന്ന വ്യക്തി ഇവിടെയുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? ഞാനൊരു മൈക്രോഫോണിലൂടെ സംസാരിക്കുന്നു. ഈ മൈക്രോഫോണിന് വല്ല ജോലിയുണ്ടോ? എന്റെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കാൻ എത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ മൈക്രോഫോൺ അതിനകത്ത് റോളുണ്ടോ? ശബ്ദമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. കാരണം ശബ്ദം ആരുടേതാണ്? മൈക്കിൻ്റെതല്ല, അതിനൊരു ഉപജ്ഞാത വേറെയുണ്ട്. അതാണ് തെയ്യോട്ടേസ്. ഞാനൊരു അഭിഷിക്തനാണ്, പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കും.
ഞാനല്ല, പക്ഷെ എന്താണ് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. എന്നാൽ തിയോട്ടേസ് എന്ന് പറഞ്ഞാൽ ആ ആള് അതേ ആള് തന്നെ ഒരു മീഡിയം ഉപയോഗിക്കാതെ ആ ആള് സ്വയം സംസാരിക്കുന്നു. ആ ആളൊരു മീഡിയമല്ല, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു മീഡിയമല്ല, ദൈവം തന്നെ. വാവ്! അതൊരു ഭയങ്കര ആഴമുള്ള ഒരു സാധനമാണ്. അപ്പൊ യേശു ആര് തന്നെ ആയിരുന്നു? ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആളല്ലായിരുന്നു, ദൈവം തന്നെയായിരുന്നു. അത് പൗലോസിന് വേറെ ഒരു പദവും കിട്ടാത്തതുകൊണ്ട് ആ മനുഷ്യൻ വളരെ കാച്ചി കുറുക്കി ഗ്രീക്കിൽ പുതിയ നിയമത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം യേശുവിനെ പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. തിയോട്ടേസ്. അപ്പോ അങ്ങനെ ദൈവം എന്ത് ചെയ്യുന്നു? തന്നെ വെളിപ്പെടുത്തി, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വചനം എന്ന് കേൾക്കപ്പെടുന്ന വചനം മാത്രമല്ല, പ്രസ്തുത ജനത്തിന് കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും ടാൻജിബിൾ, ഓഡിയബിൾ, സ്പീക്കബിൾ, നമുക്ക് തൊട്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു സാധനത്തെ അറിയുന്നത് എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താണ് എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താ എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്? മെറ്റീരിയലൈസ് ചെയ്ത് അറിയാൻ പറ്റും എന്ന് പറഞ്ഞ എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? Empirical. Scientifically it's good, but what do you mean by empirical? Physical. Literal meaning, etymological meaning. Direct observation. How do you understand things? Direct theory. How do you? How do you get communicated? Based on practical experiment. How do you get communicated? How do you understand things? എങ്ങനെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കും. കണ്ടും കേട്ടും തൊട്ടും. കണ്ടും കേട്ടും തൊട്ട് മണത്ത് രുചിച്ച് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? It is by means of 5 sense organs you get communicated what's happening around. അല്ലെങ്കിൽ പണ്ട് കാലത്ത് പൊട്ട കാണാൻ ആനയെ കാണാൻ പോയാലിരിക്കും. ആലെ പിടിച്ചു, പറഞ്ഞ ആന ചൂല് പോലാന്ന്, ആലെ പിടിച്ചു പറഞ്ഞ ആന തൂണ് പോലാന്ന്, ചെവി പിടിച്ച ആന മുറം പോലാണെന്ന്, വേറെ പള്ളക്ക് പിടിച്ചിട്ട് പറഞ്ഞ ആന കുന്നുപോലെ. ഇതുവല്ലോ ആണോ ആന? എന്താ കാരണം? അവർ കാഴ്ചയില്ല. ഞാനൊരു മർമ്മം കൂടെ പറയാം. നമുക്കൊരു ആത്മമനുഷ്യൻ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? പൗലോസിന്റെ ഭാഷയിൽ അതിനെന്ത് പറയാം? എഫേസ്യർ 3:16 അകമയുള്ള മനുഷ്യൻ. താങ്ക് യു നിമ്മി. അകത്ത മനുഷ്യൻ. ഇപ്പൊ പുറത്തെ മനുഷ്യന് കണ്ണു എന്ത് വേണം? അകമയുള്ള മനുഷ്യനും കണ്ണു വേണം. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താ? പണ്ടൊരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ശാസിക്കുന്നില്ല, ബന്ധനം എന്നൊക്കെ പറയുന്നില്ല, ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറയും, എന്ത് ചെയ്യാൻ നോക്കും? അതുകൊണ്ട് ആ പൗലോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന, എഫെസോസുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ 1:16 പറയുന്ന ഒരു ഭയങ്കര കസർത്ത് വാക്യമുണ്ട്. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കും, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹൃദയത്തിന് കണ്ണുണ്ടാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ കണ്ണ് തുറക്കണം. You need to get enlightened. Let the inner man be getting enlightened. ഇന്നത്തെ പെന്തക്കോസ് ലോകത്തിൽ ഇരിക്കുന്നതിൽ 100% പെന്തക്കോസുകാരെന്നുള്ള വിശ്വാസത്തിൽ
ഇന്നത്തെ പെന്തക്കോസ് ലോകത്ത് ഞാൻ കണ്ടെത്തിയൊരു കാര്യം, ആത്മമണ്ഡലം കാണുന്നവർ 5% പോലും ഇല്ല. All their fights are in the physical realm. We compete in election. You fight in election. You wrestle with people. You show your muscle power. You show your manpower. You show your military power. You show your money power. All are fighting in the physical realm. None is able to see what's happening around in the spiritual realm, because no one never has received an enlightening spirit. അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നിട്ടില്ല, ആത്മമണ്ഡലം കാണുന്നില്ല. ഓക്കെ, ആത്മമണ്ഡലം കണ്ട് യുദ്ധം ചെയ്യുമ്പോഴാണ് പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുന്നത്. ഓക്കെ, ലിമിറ്റസ് ഞാൻ ബൈ ദ ബൈ ചാൻസ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദൈവത്തെ നമ്മൾ അറിയുന്ന രീതികൾ വെളിപ്പാടിലാണ് അറിയുന്നത്. ദൈവത്തിന്റെ ആസ്തിത്വം, ദൈവത്തിന് എന്തുണ്ട്? ആസ്തിത്വമുണ്ട്. അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? ദൈവത്തിന്റെ ആസ്തിത്വത്തെ തെളിയിക്കുന്ന വേദപുസ്തക തെളിവുകൾ. ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് ദൈവത്തിന്റെ ആസ്തിത്വം എന്ത്? തന്റെ വിശ്വാസത്തിന്റെ വിഷയമാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 6 വാക്യം ഞാൻ പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. സോറി ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതല്ലയോ? സോ വി അണ്ടർസ്റ്റാൻഡ് ഗോഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നാം അറിയുന്നു. ഓക്കെ, വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് അത് സംബന്ധിച്ചുള്ള വേദപുസ്തക സൂചന. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നത്? റോമാലേഖനം 1 അധ്യായം 10 വാക്യം 11 വാക്യം. വിശ്വാസം faith comes through hearing comes through the word of God. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇതൊക്കെ കാണാൻ പഠിക്കേണ്ട വാക്യമല്ലേ? ഇങ്ങനെ തപ്പി പറയുന്നത് സങ്കടം തോന്നുന്നു. ഓക്കെ, അപ്പോ അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ആസ്തിത്വം, സൃഷ്ടിതാവ് എന്ന നിലയിൽ ദൈവത്തിന്റെ ആസ്തിത്വത്തിന്റെ സൂചന ഇവിടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ഉൽപ്പത്തി 1:1 വേഗം പറ. ആദ്യം ദൈവം ആകാശം ഭൂമി അത് കാണാൻ പറയാൻ ഭയങ്കര ആവേശമാണ്. കാണാതെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നാണക്കണക്കിന്. താങ്ക് യു. അപ്പൊ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കാമോ? ആദിയിൽ, ഞാൻ ഫിസിക്സ് തൊട്ട് പറയാം. ആദിയിൽ വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? തുടക്കം. ഇപ്പോഴും ഈ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർന്നിട്ടില്ല. ആദിയിൽ എന്ന് ഞാൻ പറയും, വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? From the bottom. എന്തോ? From the bottom. I'm asking you from the perspective of physics. ശൂന്യതയിൽ നിന്ന്. ആദിയിൽ എന്ന് പറയുന്ന ശൂന്യത എന്ന് ആര് പറഞ്ഞു? അതിന് മുമ്പ് ആദി എന്ന് പറയുന്നത് what does it indicate? ടൈം. ഇത്രയും വലിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ആദിയിൽ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് എ ടൈമാണ്. അപ്പം ഫിസിക്സിന്റെ ഒരു തിയറിക്കകത്ത് വരുന്നതാണ് ടൈം. 2 ദൈവം. ഫിസിക്സ് തിയറി പറ, ഫിസിക്സിന്റെ ഫ്രെയിം വർക്ക് പറ. എന്തോ? ദൈവം. സ്പേസ് മാറ്റർ സ്പേസും മാറ്ററും ടൈമും മാത്രം മതിയോ? ദ പ്രൈം മൂവർ, ക്രിയേറ്റർ, a priori the prime mover, the prime reason. എനർജി ഇല്ലാതെ എന്നാ ജീവിക്കുന്നേ? അതുകൊണ്ട് ആരാണ് ഇവിടുത്തെ തലയ്ക്ക് കൈ കൊടുക്കുന്നത്? മാറ്ററും സ്പേസും ടൈമും പറഞ്ഞു. where is the energy? Energy is equal to matter. ഫിസിക്സിന്റെ തിയറി E is equal to square. mc square. ഞാൻ 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഹ്യൂമാനിറ്റീസിന്റെ ആളായിരുന്നു. ഓക്കെ, വിട്ടു. ഞാൻ ഫിസിക്സ് പറഞ്ഞ പൊട്ടത്തരം പറഞ്ഞാൽ എനിക്ക് നാണക്കേട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അറിയാവുന്നേ പറയുന്നു. ഓക്കെ, ലിസൺ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ ദ ബിഗിനിങ് ടൈം, ഗാഡ്, എനർജി, ക്രിയേറ്റഡ്, മൂവിങ്, heavens and the earth, matter, space,
എന്താണ് സ്പേസ് എന്ന് പറഞ്ഞാൽ? സ്പേസ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ ഇംഗ്ലീഷ് അർത്ഥം. ഇനേർഷ്യയുടെ ബേസിക് തത്വം എന്തുവാ? ഇനേർഷ്യയുടെ ബേസിക് തത്വം വാട്ട് ഈസ് ഇനേർഷ്യ? ഇനി ഫിസിക്സ് സ്റ്റുഡൻസ്, ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ. ഗ്രാവിറ്റി. ഇനേർഷ്യ ഗ്രാവിറ്റി, അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത് സാധനം ഒരിടത്ത് ഇരിക്കാനുള്ള ടെൻഡൻസി, ദ ടെൻഡൻസി ഓഫ് എ മാറ്റർ ടു റിമെയിൻ ഇൻ ദ സ്പേസ് ഒരു വിഷയമാണ്. അപ്പം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ എന്തുണ്ട്? ഉൽപ്പത്തി 1:1 തന്നെ എന്തുണ്ട്? എനർജി ഉണ്ട്, സ്പേസ് ഉണ്ട്, മാറ്റർ ഉണ്ട്, ടൈമുണ്ട്. ടൈമുണ്ട്. ഫിസിക്സിന്റെ ഇന്നത്തെ തിയറി അനുസരിച്ച് exactly on the basis of that the Bible starts, which indicate that there is God. So indicate that there is God, there exists a God, there exists a power. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്ത അധികാരി എന്ന നിലയിൽ ദൈവം സകലവും തന്റെ ഹിതപ്രകാരം സൃഷ്ടിക്കുന്നു. നഷ്ടപ്പെട്ട സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്നു. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് ഉടമ്പടി ചെയ്ത് ജനമായ ഇസ്രായേലിലൂടെയും ഒരു വീണ്ടെടുപ്പുകാരനെ നൽകാമെന്നുള്ള വാഗ്ദത്തം നൽകുന്നു. ഇത്തരം കാര്യങ്ങൾ ദൈവത്തിന്റെ ആസ്തിക്യത്തെ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട്, ദൈവത്തിന്റെ പ്രകൃതി. ദൈവത്തിന്റെ പ്രകൃതി. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഗോഡ്? നിങ്ങൾ എന്റെ സ്വഭാവം എങ്ങനെ അറിയുന്നേ? ഒരാളുടെ ഞാൻ ഇങ്ങനെ കൈ കെട്ടിയിരുന്നാൽ നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാൻ പറ്റുമോ? പ്രവൃത്തിയിലൂടെ. എന്റെ ഇടപെടലിലൂടെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതി നമ്മൾ എങ്ങനെ അറിയും? ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോൾ ഉള്ള ബാച്ചല്ല, ഇൻ ദ ഇംഗ്ലീഷ് മീഡിയം MD ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ദൈവത്തിന്റെ 2 sets of names ഉണ്ട്. ദൈവത്തിന് 2 തരത്തിലുള്ള പേരുകളുണ്ട്. Go ahead. Can somebody try? ഒന്ന് ദൈവത്തിന്റെ നാച്ചുറൽ നെയിംസ്, ദൈവത്തിന്റെ സ്വാഭാവിക പേരുകൾ. സൃഷ്ടിതാവ്. ദൈവത്തിന്റെ സ്വാഭാവിക പേരാണ് സൃഷ്ടിതാവ്. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപി. Omnipotent, omnipotent, omnipresent, omniscient. പിന്നെ ദൈവത്തിന്റെ നാച്ചുറൽ നെയിംസ് ഏൽ, അൽഫ, ഒമേഗ, എലോഹിം, എൽ ഷദായ്, എല്ലിയോൻ. ഇതെല്ലാം എവിടാന്നല്ലോ അറിയാവോ? 21:1 എലോഹിം, എൽ ഷദായ്. സങ്കീർത്തനം 91:1. 17:3 എലിയോൻ. തന്നെ സങ്കീർത്തനം 91:1. അത്യുന്നതൻ. നമ്മൾ പാടത്തില്ലേ? യഹോവ എലിയോൻ, അത്യുന്നതൻ, എലിയോൻ, എൽ ഷദായ്, വീരനാം ദൈവം, അത്ഭുതമന്ത്രി. ഇതെല്ലാം ദൈവത്തിന്റെ നാച്ചുറൽ നെയിംസ്. എന്നാൽ ദൈവത്തിന്റെ ക്യാരക്ടർ നെയിംസ് ഉണ്ട്. യഹോവ റോയി, റാഫ, യഹോവ റാഫ, യഹോവ നിസി, യഹോവ ഷമ്മ, യഹോവ ഷഹാബത്ത്, യഹോവ സിദക്കനു. ഇതെല്ലാം കേട്ടിട്ടുണ്ടോ? യഹോവ നിസി, യഹോവ ജയറ. ഇതെല്ലാം ദൈവത്തിന്റെ എന്താണ്? ക്യാരക്ടർ നെയിംസ് ആണ്. അതേസമയം ദൈവത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ദൈവം ഒരു ട്രാൻസെൻഡന്റ് ജീവി, ഒരു ബീയിങ് ആയിരിക്കുമ്പോൾ തന്നെ ഇമിനന്റ് ബീയിങ് കൂടെയാണ്. ഗോഡ് ഈസ് ബോത്ത് ട്രാൻസെൻഡന്റ് ആൻഡ് ഇമിനന്റ്. ദൈവം ദൂരെ നിൽക്കുന്നവനുമാണ്, സമീപസ്ഥനുമാണ്. അതാണ് ബൈബിൾ പ്രഘോഷിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേകത.
അടുത്ത ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, ദൈവത്തിന്റെ ഗുണങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങൾ. വ്യക്തികൾ ആരോപിക്കപ്പെടുവാൻ കഴിയുന്ന പ്രത്യേക ഗുണങ്ങൾ എന്നാണ് ഉത്കൃഷ്ട ഗുണങ്ങൾ എന്ന പ്രയോഗത്തിലെ അർത്ഥം. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ആരോപിക്കാൻ കഴിയും എന്നല്ല, ദൈവത്തിന്റെ സാരാംശത്തിൽ തന്നെ ദൃശ്യമായ വിശേഷ ഗുണങ്ങൾ. പറയാമോ? ഗോഡ് ഈസ് love, ലവ്, ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ഗോഡ് ഈസ് Truth. merciful. truth, ഇങ്ങനെ ദൈവത്തിന്റെ വ്യത്യസ്ത പ്രകൃതിയെ തെളിയിക്കുന്ന അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് കാണിക്കുന്ന ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് തന്നെ ഈ ദൈവത്തിന്റെ ഈ ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ ഈ ഉത്കൃഷ്ട ഗുണങ്ങൾ 2 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. എന്താണ്? 2 കാറ്റഗറി. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയും, അല്ലെങ്കിൽ പങ്കുവെക്കാൻ കഴിയുന്ന ഗുണങ്ങളും പങ്കുവെക്കാൻ കഴിയാത്ത ഗുണങ്ങളും. എഴുതുന്നവർക്ക് എഴുതാം. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. The first one is that which can be communicable, and second one is that which cannot be communicated. That which can be communicated, that which cannot be communicated. Communicable attributes ഉണ്ട്, incommunicable attributes ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Yes. ഓക്കെ. ദൈവത്തിന്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, പങ്കുവെക്കാൻ കഴിയാത്ത ഗുണങ്ങൾ അറിയാവുന്ന വല്ലതുകൊണ്ടേ പറ. ദൈവത്തിനുള്ള പ്രത്യേകത ഉദാഹരണം ഞാൻ പറയാം. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, വിശുദ്ധി, ഇതൊക്കെ ദൈവത്തിന്റെ സത്യം, ഇത് ദൈവത്തിന്റെ ക്വാളിറ്റീസ് ആണ്. പക്ഷെ അങ്ങനെ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് വേഗം പറഞ്ഞു. എന്തോ? I didn't hear you. Please. എന്താ പറഞ്ഞേ? സമയം പോന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഗുണങ്ങൾ ഒന്ന് ദൈവത്തിന് നിത്യത്വം, എറ്റേണിറ്റി, നിത്യത്വം. ആരാണ്? മെറീന ബേബി ഇടയിൽ എന്തൊക്കെ സംസാരിക്കുന്നു? ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഗുണങ്ങൾ നിത്യത്വം. ദൈവത്തിന്റെ നിത്യത്വം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അടുത്തത്, കാരണം ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ആദിയും അന്തവും. നിങ്ങൾ മിണ്ടുന്നില്ല. വെളിപ്പാട് 1:17-18 യോഹന്നാന് വെളിപ്പെട്ട യേശു സ്വയം വെളിപ്പെടുത്തുന്നു. എന്താ വെളിപ്പെടുത്തുന്നു? ആൽഫയും ഒമേഗയുമാണ്. ഞാൻ ആൽഫയും ഒമേഗയാകുന്നു, ആൽഫയും ഒമേഗയാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ അർത്ഥം ആൽഫയും ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾക്ക് മനസ്സിലായി? ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരവും. ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരം കഴിഞ്ഞ ക്ലാസ്സിൽ വല്ലതും ഞാൻ പറഞ്ഞായിരുന്നു? ഇല്ല. ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരമാണ് ആൽഫയും ഒമേഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? What do you understand when it says that I am the beginning and the end, the alpha and the omega? ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ളത് ആൽഫ ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരം, ഒമേഗ അവസാനത്തെ അക്ഷരമാണ്. അതുകൊണ്ട് അത് ചേർത്തങ്ങ് പറയുന്നു. അതിന് നമ്മൾ ആദ്യവും അന്തവും എന്നോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോഴും ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ? ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൽ അവസാനിക്കുന്നത്. ഉറക്കെ പറ, ഒരാൾ ഉറക്കെ പറ. ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിൽ അവസാനിക്കുന്നതാണ്. ദൈവത്തിൽ തുടങ്ങി ദൈവത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ തുടക്കമുണ്ടോ? പ്രശ്നമായി. ദൈവത്തിന് തുടക്കമുണ്ടോ? ഇല്ല. പിന്നെ ആൽഫ ഒമേഗ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്താൽ മാത്രം. ഒപ്പീനിയൻസ് പറയരുത്, അറിയാമെങ്കിൽ പറയുക. അറിയത്തില്ല. താങ്ക് യു. അതാരാ പറഞ്ഞ അറിയത്തില്ല? ജിജി ബിനു, താങ്ക് യു. വേർ ആർ യു ഫ്രം? എവിടുന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്? കുവൈറ്റ്. കേരളത്തിലാണോ കുവൈറ്റിലാണോ? കുവൈറ്റ്. കുവൈറ്റ്. ഓക്കെ, ഫൈൻ. സഹോദരങ്ങളെ, ഈ ആദ്യം എന്തോന്ന് പറയുന്നത്
ഗ്രീക്കിൽ ആൽഫ ആൻഡ് ഒമേഗ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ A to Z എന്ന് പറയുന്നതിന് തുല്യമാണ്. ഉം. നിങ്ങൾ 4Gയുടെ എന്താ മോറിന്റെ കടയിലോ അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ സൂപ്പർ മാർക്കറ്റിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ത് എഴുതി വെച്ചേക്കുന്നത്? A to Z ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ Complete. സാധനങ്ങളും എന്ന് കംപ്ലീറ്റ്. പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ നമ്മളെ ചോദിക്കുന്നത് മലയാള ഭാഷ പറയട്ടെ. ഉപ്പ് തൊട്ട് കർപ്പൂരം അത് പറഞ്ഞ വേഗം മനസ്സിലായി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടും എന്നുള്ളതിനാണ് അവർ A to Z എന്ന് പറയുന്നത്. മലയാള ഭാഷയിൽ അങ്ങനെ പറയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ആൽഫ ടു ഒമേഗ എന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് തെറ്റാണ്. ഉം. ആൽഫ എന്ന് പറയുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? ദൈവത്താൽ അല്ലാതെ പ്രൈം റീസൺ. എന്തുണ്ട്? പ്രൈം റീസൺ. ദ പ്രൈം റീസൺ. നമ്മൾ എനർജി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:1. ദ പ്രൈം റീസൺ അല്ലെങ്കിൽ എ റീസൺ ബിഹൈൻഡ് എവറിഥിങ്. എ പ്രിയോറി. പ്രയർ ടു എന്താണ്? പ്രയർ ടു ആൽഫ അല്ലെങ്കിൽ പ്രയർ ടു ദ ബിഗിനിങ്. തുടക്കത്തിന് തുടക്കം മുമ്പ്, തുടക്കമില്ലാത്ത തുടക്കത്തിന് മുമ്പ്. എപ്രിയോറി. ഇംഗ്ലീഷ് പറഞ്ഞ എപ്രിയോറി എന്ന് പറയാം. അതാണ് സംഭവം. അപ്പൊ ആൽഫ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന സകലത്തിനു മുമ്പേ ഉള്ളത്. ഒമേഗ. ഒമേഗ ഗ്രീക്കിൽ അവസാനത്തെ അക്ഷരമാണ്. അതിന്റെ അർത്ഥം എന്താ? ആദ്യം അന്തോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒമേഗ എന്നുള്ള വാക്ക് ഭയങ്കര രസമാണ്. ഒമേഗ എന്നുള്ള ഗ്രീക്കിൽ ഒമേഗ അക്ഷരം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആൽഫ എന്നുള്ളതിന് ALPH എന്നുള്ള വെർബൽ ട്രാൻസ്ലേഷൻ എഴുതിയേക്കുന്നത്. അല്ല ആൽഫ എന്നുള്ള ലെറ്റർ അല്ല എഴുതിയേക്കുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. എൻ്റെ തെറ്റ് പോകുന്നു. അപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു വര വരയ്ക്കാൻ പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് തന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടം വരെ വരയ്ക്കും? പറഞ്ഞാട്ടെ. എന്റെ ഒരു ആ ക്യാൻവാസിനകത്ത് എത്താൻ കഴിയുന്ന ദൂരം വരെ വരയ്ക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കൈനീളത്തിൽ എത്താൻ കഴിയുന്ന അത്രയും ദൂരം വരയ്ക്കും. അതിന് ബിയോണ്ടോ? ക്യാൻവാസിന് പുറത്തോ? ഇല്ല. ഒമേഗ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഗോസ് ബിയോണ്ട് ദ ക്യാൻവാസ്, ദ ട്രാൻസെൻഡന്റ്. അപ്പൊ ആദിയും അന്തനും എന്ന് പറയുന്ന മലയാളത്തിൽ ഭാഷയുടെ പ്രശ്നം അതാണ്. എല്ലാ വാക്കുകൾ കൊണ്ടും അർത്ഥം അതേപടി എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഭാഷയും ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി വന്നതാണ്. സോ ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻ ബിക്കോസ് ഓഫ് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ആർ യു ഗെറ്റിംഗ് മീ? ഫോർ എക്സാമ്പിൾ, മലയാളത്തിൽ ഡെസ്ക് എന്നുള്ളതിന് മലയാള വാക്ക് എന്താ? മേശ. ആര് പറഞ്ഞു മേച്ച? പിന്നെ ടേബിൾ എന്തോ ജിനു? ജിജി അടിക്കറി പറയുമ്പോ ഡെസ്ക് എന്നുള്ളതിന് മലയാള വാക്ക് ഇല്ല. ബെഞ്ച് എന്താ മലയാളം? ഇരിപ്പിടം. ഇവിടെ എല്ലാം ബെഞ്ചാണ്. കസേര കസേര എന്നുള്ളതിന് ചേർന്നില്ലേ? ഒന്നിലധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടം. ഒന്നിലധികം ആൾക്കാർ സോഫയിൽ ഇരിക്കുന്നില്ലേ? കസേരയിൽ ഇരിക്കുന്നില്ലേ? ബെഞ്ച് എന്നുള്ളതിന് മലയാളത്തിൽ വാക്കില്ല. ടെലിവിഷൻ, ടെൽമീന്ന മലയാളം ശൃംഗാരപ്പെട്ടി ഇല്ലയോ? തമിഴന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അവർ ഡെവലപ്പിംഗ് ലാംഗ്വേജ്. ദൂരദർശിനി. ദൂരദർശിനി പറഞ്ഞാൽ മതി. അത് ടെലിസ്കോപ്പാ. അല്ല, ടെലിസ്കോപ്പാണ് ദൂരദർശിനി. നമ്മൾ കേരളത്തിലെ ദൂരദർശൻ, ഇന്ത്യയിൽ ദൂരദർശൻ എന്ന് പേരിട്ടേക്കുക. TV എന്നുള്ളതിന്റെ പേരല്ല, അത് ടെലിവിഷനാണ്. മലയാളം എന്താ? ടെലിവിഷൻ, ടെലിപ്പതി, ടെലിപ്രിന്റ്. പറ, മലയാളം പറ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബെഞ്ചും ഡെസ്കും ഇല്ല. ഇവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ സ്റ്റൂളിൽ ഇരിക്കും, പിള്ളേർ നിലത്തിരിക്കും. വെള്ളക്കാർ നാട്ടിൽ തിരിച്ചായിരുന്നു. അവരുടെ നേട്ടിൽ പിള്ളേർ വന്ന് ബെഞ്ചിലിരിക്കും, ഡെസ്കിൽ വെച്ചെഴുതും. അതുകൊണ്ട് അവിടെ ഡെസ്ക് ബെഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്തില്ല?
ഡെസ്കുമെന്റും ഇല്ല. അതുകൊണ്ട് കറസ്പോണ്ടിങ് മലയാളം വാക്ക് നമുക്കില്ലാത്തത് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻ. എല്ലാ ഭാഷയ്ക്കും അതിന്റെ പരിമിതിയുണ്ട്. അത് ഉണ്ടായി വന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ആ ഭാഷയിൽ അതേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ലേറ്റ് ഭയങ്കര പാടാണ് ചില വാക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. കാരണം നമ്മുടെ മലയാള ഭാഷയിൽ അതില്ല. പറഞ്ഞതിന്റെ സാരം, ദൈവത്തിന്റെ ഈ ഒമേഗ എന്ന് പറയുമ്പോൾ ദൈവം പരിധിയില്ലാത്തവനാണ്. ദൈവത്തിന് എൻഡില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ, ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ്സ് വൈ ഐ സേ ഈസ് ടൈംലി. God is atemporal. God is aspatial. ദൈവം സമയാതീതനാണ്, സ്ഥലാതീതനാണ്, കാലാതീതനാണ്, വസ്തു അതീതനാണ്. ദൈവത്തെ ഒരു വസ്തു. അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹാരാധന എന്ത് ചെയ്യുന്നത്, എതിർക്കുന്നത്. You cannot confine God to a particular matter. The moment when you confine God to a particular matter, God become immovable. If you want to take God. അതുകൊണ്ടാ ഹിന്ദുക്കള് തടമ്പെടുക്കുന്നത് ആനപ്പുറത്ത്. അവരുടെ ദൈവത്തെ ആ വിഗ്രഹത്തിൽ ആവാഹിച്ചാൽ തടമ്പെടുക്കണം, എടുത്തോണ്ട് പോകണം. നമ്മുടെ ദൈവത്തെ പരിമിതപ്പെടുത്താൻ പറ്റില്ല. വസ്തുനിഷ്ഠമല്ല ദൈവം. യു cannot limit God to a particular matter because God is a spatial, a temporal, a matter, a timely. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ അനന്തനാണ് ദൈവം. നിത്യത്വമാണ്. ദൈവത്തിന് പങ്കുവെക്കാൻ അറിയാത്ത ഗുണങ്ങൾ. ഒന്ന് ടൈം, നിത്യനാണ്, ഇറ്റേണലാണ്. ആദ്യം എന്തോ അതാ ഞാൻ പറഞ്ഞത്. ഒന്ന് നിത്യനാണ്, രണ്ട് അനന്തനാണ്. ദൈവത്തെ എൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അനന്തമാണ്. ഓക്കെ, സോ സ്ഥലകാല പരിമിതികളെ അതിജീവിക്കും. മറ്റൊന്ന് ദൈവത്തിന്റെ പരമാധികാരമാണ്, അതോറിറ്റി, എക്സൂസിയ. ദൈവത്തിന്റെ അധികാരത്തെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്രയുണ്ട്? അടുത്തത് മാറ്റമില്ലായ്മ. God cannot be changed, immutable, unchanging, irreversible, irrevocable, irreducible. ദൈവത്തെ പരിമിതപ്പെടുത്താൻ പറ്റത്തില്ല, ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാറാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ യഹോവയായ ഞാൻ മാറാത്തവൻ, മലാഖി 3:9. അത്ര 3:7-9. യഹോവയായ ഞാൻ മാറാത്തവൻ. അതേ വാക്ക് തന്നെ എബ്രായർ 6:18. അൺചേഞ്ചിങ് ഗോഡ്, ഇമ്മ്യൂട്ടബിൾ ഗോഡ്. ദെൻ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത അടുത്ത ഗുണമാണെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞ സർവശക്തൻ, എൽ ഷദായ്, സർവജ്ഞാനി, ഒമിനീഷ്യന്റ്, സർവവ്യാപി, ഒമിനിപ്രസന്റ്. ദൈവത്തിന്റെ ഗുണങ്ങൾ: വിശുദ്ധി, സ്നേഹം, സത്യം, നീതി, സത്യം, കരുണ, ദയ, കൃപ, ദീർഘക്ഷമ, ദയ, നന്മ. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. മറ്റൊന്ന് ദൈവിക നിർണയങ്ങളാണ്, ഡിവൈൻ ഡിക്രീസ്. ദൈവത്തിന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്ന ദൈവം. ദൈവത്തിന്റെ ഹിതം, വിൽ ഓഫ് ഗോഡ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ് ദൈവഹിതം? എന്താണ് ദൈവഹിതം? ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല്. നമ്മൾ എപ്പോഴും പറയുന്നത് ദൈവത്തിന്റെ ജോഗ്രഫിക്കൽ വില്ല്, അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്താ മോട്ടിവേഷണൽ വില്ല്. ദൈവത്തിന്റെ ഹിതം എങ്ങനെ അറിയാം? ദൈവ നിർണയങ്ങളുടെ സ്വഭാവം. അപ്പൊ ദൈവത്തിന്റെ നിശ്ചയം, ദൈവഹിതത്തിന്റെ ഉറപ്പ്, ദൈവത്തിന്റെ പ്രസാദം, ഇതെല്ലാം പല വാക്കുകളിലും വചനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ നിർണയങ്ങളുടെ സ്വഭാവം അത് നമുക്ക് ഇങ്ങനെ നിർവചിക്കാം: തന്റെ മഹിമയ്ക്കായി ദൈവം തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിന്റെ നിത്യ പദ്ധതിക്കായി തന്റെ മുന്നറിവിനൊത്തോണം സകലവും നടത്തുന്നു. സോ ഗോഡ് ആസ് ഇറ്റ് ഈസ്
prejudiced, or what do you call? In Greek, it is called proritzo, or as അവിടുത്തെ മുൻനിർണയത്തിനനുസരിച്ച്. നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമാകുന്നതിന് പ്രസാദപ്രകാരം യേശുക്രിസ്തുവിന്റെ തെറ്റത്തിന് പ്രിയനാവിന് സൗജന്യം നൽകിയ കൃപാമുഖത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. മുൻനിയമനം ഒക്കെ നമ്മളെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ അതുപോലെ വായിക്കുന്നുണ്ട്. 8-29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സാധനങ്ങളിൽ ആദ്യാനന് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ 28 തിരസ്കരിച്ചിരിക്കുന്നു. മുന്നറിഞ്ഞവരെ തന്റെ മുൻനിർണയത്തിന് ഒത്തവണ്ണം 29 വായിക്കുന്നു. 29 തോന്നുന്നു. അവൻ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി എത്ര വാക്യവാ? വ്യാപരിക്കുന്നുവല്ലോ. 28 അവൻ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ 29-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടുവാൻ മുൻനിർണയിച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. God has already predestined certain things that you have to get what do you call, transformed his image. You have to get transformed his image. അവിടുത്തെ സ്വഭാവത്തോട് അനുഭവപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ ചില നിർണയങ്ങളുണ്ട്. അങ്ങനെയുള്ള ദൈവത്തിന്റെ മുൻനിർണയങ്ങൾ ആലോചന ഏകമാണ്. അത് ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ കാണപ്പെടുന്നു. ദൈവീയ നിർണയം സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്. ദൈവം എന്ത് നിശ്ചയിക്കുന്നു അത് ദൈവം ചെയ്യുന്നു, അത് സാർവത്രികമാണ്. അതുപോലെ തന്നെ ദൈവിക നിർണയം ദൈവിക ജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ദൈവിക ജ്ഞാനം അത് മനുഷ്യന്റെ ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല ദൈവിക നിർണയം നിത്യമാണ്, അതിന് മാറ്റമില്ല. ദൈവിക നിർണയം ഫലവത്തായതാണ്. ദൈവിക നിർണയം മാറ്റമില്ലാത്തതാണ്. ദൈവിക നിർണയം നിരുപാധികമാണ്, സ്വാഭാവികമല്ല, നിരുപാധികമാണ്. ദൈവം 3 കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുന്നു. നമ്മൾ ഫിലോസഫിയുടെ തടി 1 ദൈവത്തിന്റെ ക്രിയേഷൻ, എന്താണ് ദൈവത്തിന്റെ സൃഷ്ടി. 2 ദൈവത്തെ പ്രിസർവേഷൻ ഓർ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ പ്രിസർവേഷൻ പരിപാലനം. 3 ദൈവത്തിന്റെ പ്രൊവിഡൻസ്. 4 ദൈവത്തിന്റെ കൺകറൻസ്, സംയോജനം. മാത്രമല്ല സകലത്തെ ഭരിക്കുന്നത് ദൈവമാണ്. ക്രിയേഷൻ, പ്രിസർവേഷൻ, പ്രൊവിഡൻസ്, പരിപാലനം, ദൈവത്തിന്റെ പ്രൊവിഡൻസ് സംരക്ഷണം, ദൈവത്തിന്റെ സംയോജനം, ദൈവത്തിന്റെ ഭരണം, അതിന്റെ രൂപരേഖയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിക്കാണ് ദൈവിക ഭരണമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ആ പ്രയോഗം, ദൈവരാജ്യം. യേശു തന്റെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു, പിതാവ് നിന്റെ രാജ്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ. അവിടെ നിന്റെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ ദൈ കിങ്ഡം കംസ് ഇംഗ്ലീഷ് പറയുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് ദൈ റൂൾ കംസ് എന്നാണ്. നിന്റെ ഭരണം വരണമേ. ഞാൻ ചിലപ്പോഴൊക്കെ തമാശക്ക് പറയും, വേണ്ടത് ആഭരണമല്ല, ആഭരണമാണ് വേണ്ടത്.
നിങ്ങളുടെ എല്ലാം ശ്വാസം പോയി. വേണ്ടത് എന്തല്ല? ആഭരണമല്ല, ഭരണമാണ്. ഭരണമാണ്. ഓക്കെ. പ്രപഞ്ചത്തിന്റെ രാജാവ് എന്ന നിലയ്ക്ക് ദൈവത്തിന്റെ ഭരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദൈവം ഇസ്രായേലിന്റെ മാത്രം രാജാവല്ല, സർവ്വ സൃഷ്ടിയുടെയും യജമാനനും രാജാവും ഭരണനിർവഹണം നടത്തുന്നവനുമാണ്. ഇത്രയും കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദൈവത്തോടുള്ള നമ്മുടെ സമീപനം വിശ്വാസത്തിന്റെ ടൂൾ ഉപയോഗിച്ച് ദൈവത്തെ അറിയാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ ദൈവത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നത് വിശ്വാസത്തിന്റെ ടൂൾ ഉപയോഗിച്ചാണ്. അങ്ങനെ വിശ്വസിച്ച അബ്രഹാമിനെ നമുക്കറിയാം. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ഈ വിശ്വാസം മൂലമാണ് നാം ദൈവത്തെ അറിയുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത രണ്ട് പ്രത്യേകത. ഒന്ന്, വിശ്വാസം ഒരു കൃപയാണ്. വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. വിശ്വാസം ഒരു കൃപയാണ്. വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. എന്നാൽ വിശ്വാസത്തിൽ വിവേകം അന്തർലീനമായിരിക്കുന്നു. ഫെയ്ത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. മാത്രമല്ല വിശ്വാസം യുക്തിയും ചിലപ്പോൾ പൊരുത്തപ്പെടില്ലെന്ന് തോന്നും. എങ്കിലും വിശ്വാസം യുക്തിക്ക് മുകളിലാണെന്ന് തോന്നിയാലും വിശ്വാസവും യുക്തിയും പരസ്പരം പൊരുത്തക്കേടുണ്ടാകേണ്ടതില്ല. നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ രക്ഷ കാണുമെന്ന് പറയുമ്പോൾ അത് അയാൾക്ക് മനസ്സിലാകുന്ന യുക്തിസഹമായ രീതിയിൽ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. വിശ്വാസം, നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു പറയുമ്പോൾ അത് യുക്തിരഹിതമായ ഒരു വിശ്വാസം. ഇതാ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേകത. അത് ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല. എന്തല്ല? ബ്ലൈൻഡ് ഫെയ്ത്ത്. അതിനെന്താ മലയാളം പറയേണ്ടത്? അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസമല്ല. അത് റീസണബിൾ ആണ്, റാഷണൽ ആണ്, യുക്തിസഹമാണ്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സോ ഓൾമോസ്റ്റ് ഏതൊക്കെയോ ഞാൻ പറഞ്ഞു. മൊത്തം ഒന്നും